മക്കളുണ്ടാവാത്തതിന് ഒരുപാട് കാരണമുണ്ട്. ഒരു കാരണം ഞാൻ വിശദീകരിക്കാം. അപ്പോൾ ഇസ്തിഗ്ഫാറും അതും കൂടി എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. മക്കളുണ്ടാകുന്നതിന് ഉണ്ടാവാത്തതിന് ഒരുപാട് കാരണമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മീയ കാരണം, അള്ളാൻ്റെ ദുനിയാവിൽ ഒരുപാട് ജീവികളുണ്ട്. ഏകദേശം 20 ദശലക്ഷം ഇനം ജീവികൾ ഭൂമിയിലുണ്ട് എന്നാണ് കണക്ക്. 20 ദശലക്ഷം ഇനം ജീവികൾ ഭൂമിയിലുണ്ട് എന്നാണ് കണക്ക്. ഇതിലെ ഒരു ജീവി പോലും കുട്ടികളുണ്ടാകരുതേ എന്ന് കരുതി ഇണ ചേരാറില്ല. ഇരുക്കാലി ജീവി ഒഴിച്ച് ബാക്കി ഒറ്റ ജീവിയും. മനസ്സിലായില്ലല്ലോ നിങ്ങൾക്ക്? നിങ്ങൾ ആടുകളെ കണ്ടുക്കണോ? ആടുകളെ കണ്ടിട്ടില്ലേ? എന്നാൽ മനസ്സിലാവും. ഒരാടിങ്ങനെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക, ഒരു പെണ്ണാട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു കൊറ്റനാട് ഇങ്ങനെ ചെന്നിട്ട് മുൻഭാഗത്ത് ചെന്നിട്ട് തലോണ്ടൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് ഇങ്ങനെ വരുതൊക്കെ ചെയ്യും. അപ്പോൾ പെണ്ണാടിന് മനസ്സിലായി ഇന്നതാണ് ഇപ്പോൾ ഈ പറയുന്ന കാര്യം. അതിൽ പെണ്ണാട് എന്ത് ചോദിച്ചാൽ ഒന്ന് മൂത്രമൊഴിച്ചു കൊടുക്കും. അതിൽ ആണാട് കൊറ്റനാട് എന്ത് ചെയ്യും? അതൊന്നിങ്ങനെ മൂക്കിലാക്കിയിട്ട് മേലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് പ്രത്യേക സ്റ്റൈലിലൊന്നിങ്ങനെ വലിച്ചു നോക്കും. എന്തേപ്പാ നോക്കിയത്? നിങ്ങൾക്ക് മനസ്സിലായോ എന്തേ നോക്കിയത്? എന്തേ മൂപ്പര് ടെസ്റ്റ് ചെയ്തത്? മൂപ്പര് ടെസ്റ്റ് ചെയ്തത് നിലവിൽ ഗർഭിണിയാണോ എന്നും ഗർഭധാരണത്തിന് തയ്യാറുണ്ടോ എന്നും ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ആണാട് പെണ്ണാടുമായി ഇണചേരുകയുള്ളൂ. ഇല്ലെങ്കിൽ വേറെ പെണ്ണിനെ നോക്കി പോകും. പയ്യും അങ്ങനെ തന്നെയാണ്. കന്നിമാസത്തിൽ മാത്രമാണ് പട്ടി ഗർഭിണിയാവുക എന്നതാണ് അതിൻ്റെ കാരണം. 20 ദശലക്ഷം ഇനം ജന്തുക്കൾ ഭൂമിയിലുള്ളതിൽ ഇരുക്കാലി ജന്തുവാകുന്ന മനുഷ്യൻ മാത്രം കല്യാണം കഴിഞ്ഞാൽ ആദ്യം എടുക്കുന്ന തീരുമാനം 3 കൊല്ലത്തിന് കുട്ടി വേണ്ടെന്നാണ്. അതിന് ഇസ്തിഗ്ഫാറാണ് ചെയ്താൽ കുട്ടി ഉണ്ടാവും. മക്കൾ മഗ്ഫിറത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇസ്തിഗ്ഫാറാണ് മക്കൾക്കും മുതലിനുള്ളത്. ഇനി ഓരോ ഉദാഹരണം പറഞ്ഞാലും നിങ്ങൾക്കത് നല്ലോണം മനസ്സിലാവും. അതുകൊണ്ട് മക്കൾ ഉണ്ടാവാനും ഉള്ള മക്കൾ നന്നാവാനും ഇസ്തിഗ്ഫാറാണ്. മുതലുണ്ടാവാനും ഉള്ള മുതലിൽ ബർക്കത്തുണ്ടാവാനും ഇസ്തിഗ്ഫാറാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിൻ്റെ കൽബുണ്ടാവണം. പൈസ ഉണ്ടാക്കേണ്ട 9-10 ദിവസത്തിലാണ് നമ്മളുള്ളത്. മക്കളെ സ്വാലിഹീങ്ങളാക്കേണ്ട 10 ദിവസത്തിലാണ് നമ്മളുള്ളത്. അതിന് ആദ്യം എന്ത് വേണം? മഗ്ഫിറത്തിന്റെ കൽബ് ഞമ്മക്കുണ്ടാവണ്ടേ. നമ്മൾ കാല് കേട് വന്നിട്ട് കാലിൻ്റെ ഉള്ളിൽ കൂടെ കമ്പിട്ടുങ്ങാണ്ട് ആശുപത്രി കടന്നപ്പോ വരാത്തോൻ കാലിന്റെ തള്ളാമ്പരൽ വെച്ചുത്തിങ്ങാണ്ട് പ്ലാസ്റ്റർ ഇട്ടിട്ട് കിടക്കുമ്പോ പോയി നോക്കാൻ തോന്നുന്ന കൽബിനാണ് റഹ്മത്തിന്റെ കൽബ് എന്ന് പറയണേ. മറ്റതല്ല. ഏത്? ഇങ്ങോട്ട് വന്നതിന് അങ്ങോട്ട് പോരലല്ല റഹ്മത്ത്. റഹ്മത്ത് പറഞ്ഞാലേ അതല്ല. അബൂജാഹിലിന്റെ പേരിൽ ഒരിക്കലൊരു സൽക്കാരം ഉണ്ടായി, ലഅനത്തുല്ലാഹി അലൈഹി. അങ്ങനെ എല്ലാരെയും വിളിച്ച കൂട്ടത്തിൽ നബി തങ്ങളെയും വിളിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. വരാന്നും പറഞ്ഞു. സൽക്കാരത്തിന്റെ ദിവസം നബി തങ്ങൾ പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. എവിടേക്കാ അന്ന് പോണു ചോദിച്ചു. അബൂജാഹിലാപ്പളുടെ പേരയിൽ സൽക്കാരം ഉണ്ട്, അതിന് പോകുകയാണ് പറഞ്ഞു. അതുകൊണ്ട് ചെറുമി പറഞ്ഞതാണ് അബൂജാഹിലാപ്പളാന്ന്. ഇതിങ്ങനെ കേട്ടപ്പോൾ അത് ബദർ സിറ പാരായണം അങ്ങനെ കേട്ടതാണേ. അപ്പം അങ്ങനെ കുറേ കേട്ടപ്പോൾ മുപ്പത്തിയർക്ക് തോന്നി ഇതൊരു മാപ്പിള തന്നെയാണെന്ന് തോന്നി. അങ്ങനെ പറഞ്ഞു. അബൂജാഹിലിന്റെ പേരയിൽ സൽക്കാരം ഉണ്ട്, അതിന് പോകുകയാണ് പറഞ്ഞു. ഞാനും പുറത്ത് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അങ്ങനെ പോയി. ഈ ചങ്ങായി എന്താ ചെയ്ത് വെച്ചാൽ ഓൻ്റെ പേരുടെ മുന്നിൽ വലിയൊരു കുയ്യുണ്ടാക്കിക്കാണ്. ആഴമുള്ള കുയ്യല്ല, വലിയൊരു കുയ്യ്. അതിൻ്റെ മേലെ ഇങ്ങനെ ആലകും കോലും വെച്ചിട്ട് പാക്ക് വെച്ചിങ്ങാണ്ട് മണ്ണിട്ട് മൂടിക്കുക. കുയ്യ് ചാടിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുറ്റത്ത് കണ്ട് ഇറങ്ങിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം കൈ പിടിച്ചിങ്ങാണ്ട് സൈഡിൽ കൂടി അങ്ങനെയാണ് കൊണ്ടുപോയി. അതിൽ മൂപ്പരിങ്ങനെ ഡൈനിങ് ഹാളിൽ എന്നിട്ട് കർട്ടൻ നീക്കിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പം ചാടും എഴുതിയിട്ട് സൈഡിൽ കൂടിയാണ് പോരുന്നതെന്ന് കണ്ടപ്പോൾ അങ്ങോട്ട് വാതിൽ തുറന്നുങ്ങാണ്ട് മുഹമ്മദ് ഇതിൽ കൂടെ പോരറിഞ്ഞാണ്ട് ചെന്നുങ്ങാണ്ട് കുജിക്കാൻ ചാടി. ചിരിച്ചണ്ട. എന്നിട്ട് ആ പെരേന്ന് ചോറ് കഴിച്ചിട്ടാണ് മുഹമ്മദ് നബി പോകുന്നത്. പറ്റുമോ ഞമ്മക്ക്? അതാണ് റഹ്മത്ത് പറഞ്ഞത്.
മദീനത്തെ മുനാഫിക്കുകളുടെ ഒരു നേതാവ് ഉണ്ടായിരുന്നു, അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂൽ എന്ന് പറയുന്ന ആള്. മുനാഫിക്കുകളുടെ നേതാവാ. അയാൾ മരിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പെൺചൊല്ല് പറഞ്ഞുണ്ടാക്കിയ ആളാണ് അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂൽ എന്ന് പറഞ്ഞ മുനാഫിക്കുകളുടെ നേതാവ്. അയാൾ മരിച്ചു. അയാൾ മരിച്ചു എന്ന് കേട്ടപ്പോൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടിച്ചെന്നു. അപ്പോൾ അതിന് അയാളെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിക്കരിച്ച് കബർക്ക് ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കബറിലേക്ക് ഇറക്കാണെന്ന് കണ്ടപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നിട്ട് നേരെ കബർക്കണ്ടിറങ്ങി. കാലിന്റെ തൊടമ്മക്ക് മയ്യത്തിണ്ട് വാങ്ങി വെച്ചു. തോളിലുണ്ടായിരുന്ന മുണ്ടെടുത്തിട്ട് ഇങ്ങനെ പുതച്ചു കൊടുത്തു, കഴിച്ചിലേക്കോട്ടെ എന്ന് എഴുതിയിട്ട്. മറവ് ചെയ്ത് പോരുമ്പോ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ഒരായത്തിറങ്ങി, ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറത്തൻ ലഗ്ഫിറല്ലാഹു ലഹും. സൂറത്തു തൗബ. ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ, അയാൾക്ക് പുറത്തു കൊടുക്കണമെന്ന് നിങ്ങൾ 70 പ്രാവശ്യം പറഞ്ഞാലും ലൻ യഗ്ഫിറല്ലാഹു ലഹും, അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കൂല എന്ന ആയത്തിറങ്ങിയപ്പോ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ റബ്ബ് എന്നോട് 70 പ്രാവശ്യം പറഞ്ഞാൽ പുറത്തു കൊടുക്കൂലെന്നല്ലേ പറഞ്ഞതുള്ളൂ. 71 പ്രാവശ്യം പറഞ്ഞിട്ട് അയാളങ്ങോട്ട് കിട്ടുമോന്ന് നോക്കും ഞാനെന്ന് പറഞ്ഞ ആളാണ് മുഹമ്മദ് നബി. അതാണ് റഹ്മത്ത്. അത് നമ്മളെ കൽബിക്കണ്ട വരണം. എന്നാ മുതലും നേരവും മക്കളും നേരവും ഒക്കെ നേരവും. ഇതാണ് റഹ്മത്തും മാഫിറത്തും എന്ന് പറഞ്ഞത്. ഇത് നമ്മളൊരു മനുഷ്യനും പൊരുത്തപ്പെട്ടു കൊടുക്കാം. കഴിഞ്ഞ റമദാന്റെ മുമ്പത്തെ റമദാന് നോൽബർപ്പിച്ചാലും ചെന്നപ്പോ അച്ചാറ് മേത്തു കൂടെ പറഞ്ഞു, അതൊന്നും ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കന്നില്ല. മരിച്ചോലും പൊരുത്തപ്പെട്ടു കൊടുക്കൂല. അല്ലാഹുമ്മഗ്ഫിർലീ ദുനൂബി 3 വട്ടം. ഒരു അങ്ങനെ നടക്കൂല. നടക്കണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമാണ് പൊരുത്തപ്പെട്ടു കൊടുക്കണേ. മുതലും മക്കളും മഗ്ഫിറത്തിൽ അടിസ്ഥാനപ്പെട്ട് കിടക്കുന്നുണ്ട്.